അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇനി പറയുന്നത്, പ്രിയപ്പെട്ടവരെ, വസിയ്യത്തിന് ഖബൂല് വേണം. മാ ഖബൂലി മൂസൻ ലഹു. മൂസൻ ലഹു, ആർക്കാണ് വസിയ്യത്ത് ചെയ്യപ്പെട്ടത് അയാൾ സ്വീകരിക്കണം. മുഅയ്യനിൻ മഹ്സൂരിൻ, നിശ്ചിത നിർണിത, മൂസൻ ലഹു, സ്വീകരിക്കണം. നിശ്ചിതം നിർണിതം എന്ന് പറഞ്ഞതിൻ്റെ മാന, അതിൻ്റെ എതിർമാന ശേഷം വരുന്നുണ്ട്. ഇൻതാഹര, സ്വീകരിക്കാനുള്ള അഹ്ലിയത്ത്, അർഹതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈലാപനഹു വലിയൻ, വലിയ പോലെയുള്ള ആളുകൾ സ്വീകരിക്കണം. കുട്ടിക്കൊക്കെയാണ് വസിയത്തെങ്കിൽ കുട്ടീൻ്റെ വലിയാണ് സ്വീകരിക്കേണ്ടത്. എപ്പോഴാണ് സ്വീകരിക്കേണ്ടത്? വാദമൂത്തി മൂസിൻ, മൂസി മരിച്ചതിന് ശേഷം. ഓരോ ബിത്തറാഖിൻ, സാവകാശത്തിലായാലും മതി. ഫലായസിഹുൽ ഖബൂലു കറദ്ദി ഖബല മൗത്തിൽ മൂസി. അപ്പോൾ മൂസി മരിക്കുന്നതിന് മുമ്പ് ഖബൂൽ ചെയ്യുന്നതും ഇനി റദ്ദ് ചെയ്യുന്നതും ശരിയല്ല. മരിക്കുന്നതിന് മുമ്പ് എന്ത് സ്വീകരിച്ചു എന്നുള്ളതോ സ്വീകരിച്ചില്ല എന്നതോ, അതാണ് റദ്ദ്. അത് ശരിയല്ല. യാനൽ മൂസി, കാരണം മൂസിക്ക് എർജിയ ഫിഹ, അവൻ്റെ വസിയത്തിൽ നിന്ന് പിന്മാറാമല്ലോ. അതുകൊണ്ട് തന്നെ ഫലിമൻ റദ്ദ ഖബലൽ മൗത്തി അൽ ഖബൂൽ ബാദു, മരിക്കുന്നതിന് മുമ്പ് വേണ്ട എന്ന് പറഞ്ഞ ആൾക്ക് മരിച്ചതിന് ശേഷം വേണം, സ്വീകരിച്ചു എന്ന് പറയാം. ഏതായാലും സ്വീകരിച്ചതിന് ശേഷം റദ്ദ് സഹിയാവില്ല. വലായസിഹു റദ്ദു ബാദൽ ഖബൂലി. റദ്ദിൻ്റെ സീഹകൾ എന്തൊക്കെയാണ്? മരിച്ചതിന് ശേഷം വേണ്ട എന്ന് പറയാനുള്ള സീഹകൾ: ഒമിൻ സ്വരീഹ റദ്ദത്തുഹ, ഞാനിത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. ഔല അക്ബലുഹ, ഞാൻ സ്വീകരിക്കൂല എന്നൊക്കെ. അതാണ് സ്വരീഹായ പദം. ഇനി കിനായത്തിൻ്റെ പദമുണ്ട്. ഒമിൻ കിനായത്തി, വസിയ്യത്തിനെ റദ്ദ് ചെയ്യുന്നതിൻ്റെ കിനായത്തിൻ്റെ പദം ലാ ഹാജത്ത് ലീബിഹ, എനിക്ക് ആവശ്യമില്ല. വാന വനിയുൻ അൻഹ, ഒരർത്ഥം തന്നെ. അപ്പോൾ മുഅയ്യനാണ് ഖബൂൽ ചെയ്യേണ്ടത്. വലായസ്ത്രത്തുൽ ഖബൂലു ഫി ഗൈരി മുഅയ്യൻ, മുഅയ്യൻ അല്ലാത്ത കൽ ഫുഖറായി, സാധുക്കൾക്ക് എന്നൊക്കെ പറഞ്ഞ് വസിയ്യത്താണെങ്കിൽ അവിടെ സാധുക്കൾ എല്ലാവരും കൂടെ വന്നിട്ട് സ്വീകരിക്കൽ ഷർത്തൊന്നുമില്ല. ബൽ തസ്സമു ബിൽ മൗത്തി, മരിക്കലോടുകൂടി ആ വസിയ്യത്ത് സ്ഥിരപ്പെടും, നിലവിൽ വരും. അപ്പോൾ ഈ ഫുഖറാക്കൾക്ക് വസിയ്യത്ത് ചെയ്താൽ, ഉസ്താദുമാർക്ക് വസിയ്യത്ത് ചെയ്താൽ എത്ര ആൾക്ക് കൊടുക്കണം? സക്കാത്തിൻ്റെ മാതിരിയുള്ള നിയമം ഇവിടെ അല്ല. സക്കാത്തിൽ വേണ്ട ആരൊക്കെയുണ്ട് അവർക്കൊക്കെ കൊടുക്കണം എന്നാണല്ലോ. അപ്പോൾ യജൂസുൽ ഇഖ്തിസാർ വലാ സലാസത്തി മിൻഹും, 3 ആളുകളിൽ അത് ചുരുക്കൽ ജായിസാണ്. വലാ യജിബു തസ്വിയത്ത് ബൈനഹും, സക്കാത്തിലുള്ളതുപോലെ എല്ലാവർക്കും തുല്യമായി കൊടുക്കലും നിർബന്ധമല്ല. ഇനി വൈദാ ഖീലൽ ഖബിലൽ മൂസാലഹു ബാദൽ മൗത്തി ബാന ബിഹിൽ മിൽക്കു മിനൽ മൗത്തി, അങ്ങനെ മൂസാലഹു മരണശേഷം സ്വീകരിച്ചു കഴിഞ്ഞാൽ ബാന ബിഹി, സ്വീകരിക്കലോടുകൂടെ ബോധ്യമായി അൽ മിൽക്കു ലഹു ഫിൽ മൂസാ ബിഹി, ആ വസ്തുവിലുള്ള ഉടമസ്ഥത മിനൽ മൗത്തി, മരിച്ചത് മുതൽ തന്നെ ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടാണ് സ്വീകരിച്ചതെങ്കിൽ, മരിച്ചൊരു മാസം കഴിഞ്ഞിട്ടാണ് സ്വീകരിച്ചതെങ്കിൽ മരിച്ചത് മുതൽ തന്നെ അവൻ്റെതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹക്കമോ ബി തറത്തുക്ക് ഹക്കാമിൽ മിൽക്കി. അപ്പോൾ മിൽക്കിൻ്റെ സാധനം ഒരാളുടെ ഉടമസ്ഥതയിലാകുമ്പോൾ അതിന് എന്തൊക്കെ വിധികളുണ്ടോ ആ വിധികളെല്ലാം അതിനെ തുടർന്ന് വരുന്നതായി വിധിക്കപ്പെടും. ഹീനൈദിൻ, മരിക്കുന്ന സമയത്ത് മിൽക്കിൻ്റെ അഹ്കാമുകൾ അതിന് ബാധകമായിരിക്കുമെന്ന് വിധിക്കപ്പെടും. എന്തൊക്കെയാണ്? ബി മുജൂബിൻ നഫഖത്തിൻ, മരിച്ചത് മുതലുള്ള ചെലവ്, ഫിത്രത്തിൻ, ഫിത്ര സക്കാത്ത്, അതേമാതിരി പോലെ ഫൗസിബിൽ ഫവായിദിൽ ഹാസിലത്തി വൈരിഹി, അതിൻ്റെ വരുമാനം, മറ്റുള്ളതൊക്കെ, വസ്ത്രം, അതൊക്കെ. ഇനി പറയുന്നത് നമ്മൾ മത്തിൽ പറഞ്ഞിട്ടുണ്ട്, മാരകമായ രോഗസമയത്ത് ഒരാൾ വസിയ്യത്ത് ചെയ്താൽ 3-1 നിന്ന് മാത്രമേ സ്വഹിയാകൂ. 3-1 കൂടുതൽ സ്വഹിയാകണമെങ്കിൽ അനന്തരാവകാശികളോട് അനുവാദം വേണം എന്ന് പറഞ്ഞിരുന്നല്ലോ. ലാത്തുസിഹുൽ വസിയ്യത്ത് ബി സായിദിൻ അലാ സുലുസിൻ, 3-1 കൂടുതൽ സമ്പത്ത് വസിയ്യത്ത് ചെയ്താൽ സ്വഹിയാകൂല. ഫി വസിയ്യത്തിൻ വഖഅത്ത് ഫി മറദിൻ മഖൂഫിൻ, മാരകമായ പേടിക്കപ്പെടുന്ന രോഗത്തിൽ സംഭവിച്ച വസിയ്യത്തിൽ. ലി തവല്ലുദിൽ മൗത്തി അൻ ജിൻസിഹി കസീറൻ, ഈ മാരകമായ രോഗം എന്ന് പറഞ്ഞാൽ അത്തരം രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ മരിക്കൽ ഉണ്ടാവാറുണ്ട്, കൂടുതലായിട്ടും ഉണ്ടാവാറുണ്ട്. കസീറൻ, അതിനാണ് മാരകമായ രോഗം, ക്യാൻസർ, അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ തവല്ലുദിൽ മൗത്തി അൻ ജിൻസിഹി, ആ രോഗത്തിൻ്റെ ഇനത്തിൽപ്പെട്ടതിനാൽ മരണം ഉണ്ടായിത്തീരും. തവല്ലത കഥീറൻ, കൂടുതലും.
എപ്പോൾ സഹിയാകുല ഇൻ റദ്ദഹു വാരിസുൻ ഖാസുൻ മുത്ലഖു തസർവി, നിരുപാധികം സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ അവകാശമുള്ള ഒരു പ്രത്യേക അനന്തരാവകാശി അത് റദ്ദ് ചെയ്യുകയാണെങ്കിൽ അത് സ്വീകാര്യമല്ല എന്ന് പറയുകയാണെങ്കിൽ സഹിയാവില്ല. യന്നു ഹക്കു, കാരണം അത് അവൻ്റെ ഹക്കാണ്. ഫൈൻഖാൻ ഖൈറ മുത്ലഖി തസറുഫ്, അപ്പോൾ സ്വതന്ത്രമായിട്ട് കൈകാര്യം ചെയ്യാൻ അവകാശം ഇല്ലാത്ത ആളാണെങ്കിലോ, ഒരു കുട്ടിയാണ്, ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യുക? മുത്ലഖു തസറുഫ് അല്ല കുട്ടി. മുത്ലഖു തസറുഫ് പറഞ്ഞാൽ ബുദ്ധിയും പ്രായപൂർത്തിയൊക്കെ ഉള്ള ആൾ എന്നല്ലേ, ബുദ്ധിയും പ്രായപൂർത്തിയും ബോധമൊക്കെ ഉള്ള ആൾ എന്നല്ലേ, റഷീദായ ആൾ എന്നല്ലേ. അപ്പോൾ മുത്ലഖു തസറുഫ് അല്ല. അങ്ങനെയാണെങ്കിലോ മുത്ലഖു തസറുഫ് അല്ലെങ്കിൽ ഫൈൻ തവഖഅത്ത് അഹ്ലിയത്തുഹു അൻ ഖുർബിൻ, അതിൻ്റെ അർഹത സമീപകാലത്ത് തന്നെ അവനുണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ, 10-12 വയസ്സായിട്ടുണ്ട്, പ്രായപൂർത്തിയാകാനിരിക്കുകയാണ്, അതാണ് അതിൻ്റെ അർഹത പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഖുർബിൻ, സമീപ സമയത്ത് തന്നെ അത് റദ്ദ് ചെയ്യാനുള്ള അർഹത പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉഖിഫ ഇലൈഹ, ആ സമയം വരെ ആ വസിയ്യത്തിനെ അവിടെ സ്തംഭിപ്പിച്ച് നിർത്തണം. വൈല്ല ഉടനെ ഒന്നും അങ്ങനെ ഒരു അടുത്ത സമയത്ത് തന്നെ അങ്ങനെ പ്രതീക്ഷയൊന്നും, അല്ലെങ്കിൽ ഭ്രാന്ത് എന്ന് മാറുന്നൊരു പിടുത്തല്ല. അല്ലെങ്കിൽ 1 വയസ്സായിട്ടുള്ളൂ, ഇനി എത്ര കാലം കഴിയണം, 10-15 കൊല്ലം കഴിയണം കുട്ടിക്ക് പ്രായപൂർത്തിയാവണമെങ്കിൽ. അങ്ങനെ ആകുമ്പോൾ 3/1 അതിന് അധികമുള്ളതിൽ ബാത്തിലാകുന്നതാണ്. കാരണം കുറേ കാലം ഒരു സ്വത്ത് വെക്കാൻ പറ്റില്ലല്ലോ. ഇനി അനന്തരാവകാശികളിൽ നിന്ന് ചിലർ പറ്റുമെന്നാണ്, ചിലർ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരെ വിഹിതത്തിൽ സഹിയാകും, ബാക്കിയുള്ളവരുടെ വിഹിതത്തിൽ വസിയത്ത് സഹിയാകൂല. വലോ അജാസ ബാദുൽ വറസത്തി ഫഖത്ത്, അനന്തരാവകാശികളിൽ നിന്ന് ചിലർ മാത്രം അതിന് അനുവദിച്ചാൽ സഹഫി ഖദിരി ഹിസ്വത്തിഹി മിനസായിരി, കൂടുതലുള്ളതിൽ നിന്ന് അയാളുടെ വിഹിതത്തിൻ്റെ അളവിൽ സഹിയാകും. വൈൻ അജാസൽ വാരിസുൽ അഹുലു, ഇനി അനന്തരാവകാശി അർഹനായ റദ്ദ് ചെയ്യാനും സ്വീകരിക്കാനൊക്കെ അധികാരമുള്ള അനന്തരാവകാശി അതിനനുവദിച്ചാൽ, ആ വസിയത്തിന് അനുവദിച്ചാൽ, ഇജാസത്തുഹു തംഫീദുൽ വസിയത്തി ബിസായിദി, അവൻ്റെ അനുവാദം 3/1 നടപ്പാക്കലാണ്. തംഫീദുൽ വസിയത്തിനെ നടപ്പാക്കലാണ് ബിസായിദി, കൂടുതൽ 3/1 കൂടുതലുള്ളത് കൊണ്ടുള്ള വസിയത്തിനാണ് നടപ്പാക്കലാണ്, അല്ലാതെ ഇവൻ അവൻ്റെ പൈസ എടുത്ത് കൊടുക്കല്ല. അപ്പം പിന്നെ അവന് പിന്മാറാൻ പറ്റില്ല എന്നർത്ഥം. ആ വസിയത്തിന് അനുവദിച്ചു കൊടുക്കലാണ്. വൽ മഹൂഫു, ഭയപ്പെടേണ്ട രോഗം എന്ന് പറയുന്നത് കൽ ഇസ്ഹാലിൻ മുത്തതാബിൻ, തുടർച്ചയായ വയറ്റുന്നു പോവുക, ഇസ്ഹാല്. ഹുറൂജ് താമി ബി ഷിദ്ദത്തിൻ ബവജഇൻ, വേദനയോടുകൂടെയും കാഠിന്യത്തോടുകൂടെയും ഭക്ഷണം പുറത്തു പോവുക, അതിൽപ്പെട്ടതാണ്. തുടർച്ചയായ വയറ്റുനോക്ക് എന്ന് പറഞ്ഞാൽ കക്കുസ് പോകാനൊന്നും സമയമല്ല, പോയിക്കൊണ്ടേ നിൽക്കുക, മരണം സംഭവിക്കും. അതേമാതിരി ഭക്ഷണം ശക്തിയിലും വേദനയിലും പുറത്തു പോവുക, ഭക്ഷണം തന്നെ അങ്ങോട്ട് പുറത്തു പോകുമ്പോൾ ഭയങ്കര വിഷമല്ലേ, ദഹിക്കണില്ലല്ലോ. ഔമായ ദമിൻ മിൻ ഒതുബിൻ ഷരീഫിൻ, അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠമായ അവയവത്തിൽ നിന്ന് രക്തം വരിക കൂട്ടത്തിൽ, കൽക്കബിതി, കരൾ പോലെ. ശദൂനൽ ബവാസീരി, മൂലക്കൂര് അതിൽ പെടൂല കേട്ടോ. ഔ ബിലസ്തിഹാരത്തിൻ, അല്ലെങ്കിൽ ഭക്ഷണം എന്ത് ചെയ്യുക, അത് തരം മാറാതെ പുറപ്പെടുക. അപ്പം അയാളുടെ വയറ്റിൻ്റെ ശേഷി നഷ്ടപ്പെടുകയാണല്ലോ. ഇസ്തിഹാലത്ത്, കഴിച്ച ചോറ് അങ്ങനെ തന്നെ, അതിന് മാറ്റം വരുന്നൊന്നുമില്ല. ഹമ്മൻ മുത്തുബക്ക, തുടർച്ചയായ പനി, ഹമ്മ എന്ന് പറഞ്ഞ പനി. ഒക്കെ തെലുത്തി ഹാബിലും, ഗർഭിണിയുടെ പ്രസവവേദന അതിൽ പെട്ടതാണ്. പ്രസവവേദനയൊക്കെ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ വസിയത്ത് ചെയ്താൽ 3/1 അപ്പുറത്ത് സഹിയാവില്ല. ഒയിൻ തക്കറത്ത് വിരാദത്തുഹ, അവൾക്ക് ഒരുപാട് വട്ടം പ്രസവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പ്രസവവേദനയിൽ പെട്ടതാണ്. നീ അള്ളാമി ഖത്തിരിഹി, കാരണം പ്രസവവേദന എന്ന് പറയുന്നത് അതിൻ്റെ അപകടം വലുതാണ്, അതുകൊണ്ടുള്ള അപകടം വലുതാണ്, ചിലപ്പോൾ മരണമൊക്കെ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ അള്ളാമി ഖത്തരിഹി, അതുകൊണ്ട് തന്നെയാണല്ലോ പ്രസവവേദനയിൽ മരിച്ച പെണ്ണ് ഷഹാദത്തിൻ്റെ ഷഹീദാണെന്ന് പറയാൻ കാരണം. അമിൻസമ, അതുകൊണ്ട് തന്നെ കാന മൗത്തുഹ മിൻഹു, പ്രസവവേദന കൊണ്ടുള്ള സ്ത്രീയുടെ മരണമായിട്ടുണ്ട്. ഷഹാദത്തൻ, എന്തായിട്ടുണ്ട്, രക്തസാക്ഷിത്വമായിട്ടുണ്ട്. രക്തസാക്ഷിത്വമല്ല, ഷഹാദത്തിലെ ഷഹീദാണ്, ആഖിറത്തിലെ ഷഹീദാണ്. അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാവും നമ്മുടെ കുടുംബത്തിൽ.
സാധു പെണ്ണുങ്ങളേക്കാരം. അല്ലാഹു തആല അവർക്ക് ഷഹാദത്തിൻ്റെ കൂലി കൊടുത്ത് ഷഹീദ് എന്നുള്ള പദവി ആഖിറത്ത് കൊടുത്ത ആൾക്കാരാണ്. അവരെ പ്രത്യേകം ബഹുമാനിക്കണം. ബക്കായി മഷീമത്തിൻ, അതുപോലെ തന്നെ ഈ കുട്ടിൻ്റെ കവറില്ലേ, ഇതിന് പറയൽ ആ സഞ്ചി, അത് പുറത്ത് വരാതെ ഗർഭപാത്രത്തിൽ തന്നെ അവശേഷിക്കുക. ഇതിന് അപകടം പിടിച്ച പ്രശ്നമാണ്. ആ സമയത്തുള്ള വസിയത്ത് 3-1 സ്വഹിയാവില്ല. മഷീമത്ത് എന്ന് പറഞ്ഞാൽ അതാർത്ഥം. ആ കുട്ടി കിടന്ന കവർ, അതിൻ്റെ പേര് കിട്ടുന്നില്ല, അല്ലാ എന്താ പിന്നെ പറയാ, പ്ലാസൻ്റ് ആണോ അങ്ങനെന്തോ പേരുണ്ട്. വൽത്തിഹാമു ഖിതാലിൻ ബൈന മുതകാഫിയൻ, 2 സംഘങ്ങൾക്കിടയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുക. ആ സമയത്തുള്ള വസിയത്ത് 3-1 അപ്പുറത്തേക്ക് പോയാൽ കൂട്ടില്ല. അനന്തരാവകാശികൾ അനുവദനീയമാണ്. ഇൽത്തിഹാം പറഞ്ഞാൽ കൊടുമ്പിരി കൊള്ളുക. ലഹ്മെന്ന് പോകുന്നതാണ്, പരസ്പരം മാംസത്തിന് തട്ടുന്ന രീതിയിലുള്ള സംഘടനയായി മാറി. വൽത്തിറാബ് രീഹിൻ, അതുപോലെ തന്നെ കാറ്റ് പ്രക്ഷുബ്ധമാവുക. ഇൽത്തിറാബ് ഫി ഹഖ് റാക്കിബ് സഫീനത്തിൻ, കപ്പൽ യാത്രക്കാരൻ്റെ വിഷയത്തിൽ. വൈൻ അഹ്സന സിബാഹത്ത്, അവൻ നീന്താൻ അറിയുമെങ്കിലും, അഹ്സന എന്നാണ് അറിയാവുന്ന, നീന്താൻ അവന് അറിയെങ്കിലും, ഖറുമ മിനൽ ബർറി, കരയോട് അടുത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും ആ സമയത്തുള്ള വസിയത്ത്. വമാ സമനുൽ വബായി വത്താവൂൻ, ഈ വബാഗ് താവൂൻ്റെ കാലം, പ്ലേഗ്, അതുപോലെ തന്നെ താവൂന്, അങ്ങനെ കൊറോണ അങ്ങനത്തെ കണ്ടല്ലോ, അതിൻ്റെ കാലം. വബാഗ് എന്ന് പറഞ്ഞാൽ ആകെ മൊത്തമായിട്ട് പരടുന്ന രോഗമുണ്ടല്ലോ, മഹാമാരിയുടെയും താവൂൻ്റെയും പ്ലേഗിൻ്റെയൊക്കെ കാലം. താവൂന് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ശരീരത്തിലൊക്കെ മുറിവൊക്കെ ഉണ്ടായിട്ട് കോളറൊക്കെ കോളറ. അപ്പോൾ തസ്വറുഫ് നാസി കുല്ലിഹിം, മുഴുവൻ മനുഷ്യന്മാരുടെയും ഇടപാടുകൾ ഫീഹി, ആ സമയത്ത് മഹ്സൂബ് മിന സുൽസി, 3-1 നിന്നാണ് കണക്കാക്കപ്പെടുക. അത് 3-1 അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. എംബഗി ലിമൻ വരിസഹു, അനന്തരാവകാശികളുള്ള ഒരാൾക്ക് 3-1 വസിയത്ത് ചെയ്യാതിരിക്കലാണ് അത്യാവശ്യം. എംബഗി ലിമൻ വരിസഹു അഗ്നിയാഹു ഔ ഫുഖറാഹു, അവരിഞ്ഞ് സാധുക്കളാവട്ടെ മുതലാളിമാരാവട്ടെ, അനന്തരാവകാശികളുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യമാണ് അല്ല യൂസിയ വിസായിദിൻ അലാ സുലുസി, 3-1 കൂടുതൽ വസിയത്ത് ചെയ്യാതിരിക്കൽ. ഏറ്റവും നല്ലത് അയങ്കോസം എന്നുശയം, അതിരുന്ന് വല്ലതും കുറയാൻ നല്ലതാണ്. 3-1 കുറഞ്ഞ് എന്തെങ്കിലും വസിയത്ത് ചെയ്യുക എന്നുള്ളതാണ്. അനന്തരാവകാശികൾക്കുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ ആഗ്രഹം. അവർ മുതലാളിമാരായാലും സാധുക്കളായാലൊക്കെ അങ്ങനെയാണ് നിയമം. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.